റോഡ് ഉപരോധത്തിന് പിന്നാലെ ഫിഷറീസ് ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാർച്ച് ഇപ്പോൾ നടത്തുകയാണ്. വിവരങ്ങളുമായി ടി വി പ്രസാദും അവർക്കൊപ്പമുണ്ട്. ടി വി പ്രസാദ്, സമാധാനപരമായി തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെന്ന് തോന്നുന്നു. എങ്കിലും മത്സ്യത്തൊഴിലാളികൾ ആശയറ്റ നിലയിലാണ് ഈ പ്രതിഷേധത്തിന് ഇറങ്ങിയതെന്നാണ് കരുതേണ്ടതല്ലേ? അതേ, മത്സ്യത്തൊഴിലാളികൾ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത്. നേരത്തെ മുതലപ്പുഴി പാലത്തിന്റെ മുകളിലായിരുന്നു പ്രതിഷേധം. ആ പ്രതിഷേധം ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓഫീസിലേക്ക് മാറ്റി. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഇപ്പോൾ ഇവർക്ക് അവിടെ മീൻ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ കാണുന്നത് പോലെ വലിയ അപകടമുണ്ടാകുന്ന ആ പൊഴിയിൽ ഇപ്പോൾ മണ്ണ് പൂർണ്ണമായി അടിഞ്ഞ് ആ മത്സ്യബന്ധന വള്ളങ്ങൾ അവിടെ തട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ സമരം ശക്തമാക്കുകയാണ്. സർക്കാർ ഇവർക്ക് അനുകൂലമായൊരു തീരുമാനമെടുക്കുന്നില്ല, മീൻ പിടിക്കാൻ പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ റോഡ് പൂർണ്ണമായും ഉപരോധിക്കുന്നത്. ധാരാളം വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. ഈ റോഡിലാണ് ഇപ്പോൾ സമരം പുരോഗമിക്കുന്നത്. പല ഭാഗങ്ങളിലുമായി മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവിടെ സമരം ചെയ്യുന്നവരാണ് നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത്. വൈകാരികമായിട്ടാണ് ഇവരുടെ സമരം. അതായത് നേരത്തെ 70-ലധികം മത്സ്യത്തൊഴിലാളികൾ മരിച്ചിട്ടും ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഇപ്പോൾ ഇവർക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. എത്ര കാലമായി ഇപ്പം മീൻ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല? എത്രയായി മീൻ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല? 13-14 ദിവസമായിട്ടുണ്ട്. 13 ദിവസമായി പൂർണ്ണമായി അടച്ചു. പൂർണ്ണമായിട്ട് മണ്ണ് പോകാൻ പറ്റുന്നില്ല. ഒരു കാരണത്തിൽ ഒരു വള്ളക്കാർ പോകാൻ പറ്റില്ല. വലിയൊരു ബോട്ട് മണ്ണിന്റെ പുറത്ത് മണ്ണ് പൂർണ്ണമായി. ഓക്കെ, ടി വി പ്രസാദ് തിരിച്ചു വരാം. അതിനകത്ത് ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഫ്രീസ് ആവുന്നുണ്ട്. ലൈവ് കണക്ട് ചെയ്തേക്കുന്ന ബാഗിൽ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ രണ്ടിടങ്ങളിലും അത് അല്പം ഫ്രീസായി. നമുക്ക് നോക്കാം. എന്തായാലും പ്രതിഷേധത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ടി വി പ്രസാദ് തുടരാം. പറ്റത്തുള്ളൂ. ഇതിട്ട് കോരിയിട്ടുണ്ടെന്നും ഒരു കാര്യമില്ല. ഇതെന്താ ഒരു കൈ കൊണ്ട് നമ്മൾ വാരിയെടുക്കുന്ന മണ്ണ് അതിനകത്ത് കയറത്തുള്ളൂ. റെഡ്ജിങ് നിരന്തരം നമുക്ക് അവിടെ റെഡ്ജിങ് മെഷീൻ അവിടെ വെച്ചിട്ട് അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, പല തവണ സർക്കാരിനെ പെടുത്തി, 4 ദിവസം മുമ്പ് പെടുത്തി, ഇന്നലെ പെടുത്തി, എന്നും പെടുത്തൽ തന്നെയാണ് ഞങ്ങളുടെ ജോലി. പല പല ഘട്ടങ്ങളിലായിട്ട് അവർ ചെയ്യാം ഇന്ന് നാളെ എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു നടപടി ഉണ്ടാക്കുന്നില്ല. നടപടി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മരണം വരെ സമരം ചെയ്യും. ഇനി ഇവിടെ ഈ ഒരു ചെയ്യുന്നതല്ല. അരുൺ, ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുത്ത സമരത്തിലേക്ക് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവർ മുതലപ്പുഴയിൽ നിന്നാണ് ടി വി പ്രസാദ് പ്രതിഷേധക്കാർക്കൊപ്പം തത്സമയം വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന നിമിഷങ്ങളിലെത്താം. ഹാർബറിലെ മണ്ണ് ഇളക്കിയില്ല, ഹാർബറുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എന്ന ആരോപണവുമായിട്ടാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം നടക്കുന്നത്.